മഹാഗുരു ശരണം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നിരിക്കുന്നത് ശ്രീ ഷിബു സാറിൻ്റെ ഒപ്പമാണ്, കൊല്ലത്ത് നിന്നാണ്. ഞങ്ങൾക്ക് പരിചയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യാത്രകളുണ്ട്. ഈ യാത്രകളിൽ എനിക്ക് സൂട്ടബിളായിട്ടുള്ള അക്കോമഡേഷൻ കിട്ടണം. അപ്പോൾ പലയിടത്തും വീടുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് തേടിയ വള്ളിയിൽ കാലിൽ ചുറ്റി എന്ന് പറയുന്ന പോലെ ഷിബു സാറിനെയും ഫാമിലിയെയും കണ്ടുമുട്ടിയത്, പരിചയപ്പെട്ടത്. ഇപ്പോൾ ഒരു ഫാമിലി ഫ്രണ്ട്സ് പോലെയാണ്. ഇപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം അന്ന് അവിടെ ഉള്ളി സവാള ഒന്നും എടുക്കുകയില്ല. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു അക്കോമഡേഷൻ ഉണ്ട്, കൊയിലോൺ റെസിഡൻസി, ഹൈസ്കൂൾ ജംഗ്ഷനോ മറ്റോ ആണ്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം ഒരു റൂമിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. രണ്ടാമത്തെ എനിക്കൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ തിരുമല ദേവസ്വം ക്ഷേത്രത്തിലേക്ക് പോകാൻ വാക്കബിൾ ഡിസ്റ്റൻസാണ്. അവിടുത്തെ കൊല്ലത്തെ സെൻറ്ററിലെയാണ് ആ കൊയിലോൺ റെസിഡൻസി. അപ്പോൾ അത് എങ്ങനെ ഈ പോസിറ്റീവ് എനർജി അവിടെ നിലനിർത്തുന്നു എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്കൊരു റിസോർട്ടുണ്ട്. ഒരു ദിവസം റിസോർട്ട് കാണാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ പോയപ്പോഴത്തേക്കും നമ്മളെവിടെ ചെന്നാലും എനർജി സെൻസ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. തേങ്ങയൊന്നും ഇല്ല, അല്ലാണ്ട് തന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഭയങ്കരമായിട്ട് എനർജി സെൻസ് ചെയ്യുന്നു. അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ അക്കരെ എന്താണ്, അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ശിവ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞാൽ ഇവർക്ക് വന്ന് ചേർന്നതായിരിക്കും ആ സ്ഥലം. ഈ കൊയിലോൺ റെസിഡൻസി ഇതും നമ്മുടെ മുജ്ജന്മ നിയോഗങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു വരും. ഞാനിപ്പോൾ മൈൻഡ് പവറിന് പോയപ്പോഴത്തേക്കും പറയാറുണ്ട്, ഈ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് ഉള്ള പ്രയോജനം നമ്മൾ അതിനുള്ള പ്രതിഫലം വാങ്ങിക്കുകയാണെങ്കിലും, ഇപ്പോൾ ഇങ്ങനത്തെ സർവീസ് ചെയ്യുന്നവർ, നമുക്ക് കംഫർട്ടബിളായിട്ടൊരു സ്റ്റേ വേണം. ആ സ്റ്റേ ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ഫീലിംഗ് ആണ്, അവിടെ നല്ല സർവീസാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം തോന്നും. അപ്പോൾ അവിചാരിതമായിട്ട് ഇന്ന് എറണാകുളത്ത് ഇവർ വന്നു. ഇവിടെ ഒരു അമ്പലത്തിൽ തൊഴാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ വന്നപ്പോൾ ആ സമയത്ത് ഗായത്രിയും വന്നു. ഒന്ന് ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തത് ആ ദമ്പതികൾ സമ്മതിച്ചു. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസോർട്ടിനെ കുറിച്ച്, കൊയിലോൺ റെസിഡൻസിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമസ്കാരം. ഞങ്ങളിവിടെ എറണാകുളത്ത് ദൈവചൈതന്യം വേളയാടുന്ന ശ്രീനിവാസ സാറിൻ്റെ വീട്ടിലിപ്പോൾ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എറണാകുളത്ത് ഞങ്ങൾ വരുമ്പോൾ സാറിനെ കണ്ടില്ലെങ്കിൽ ഒരു വിഷമമാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും സാർ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പം കണ്ടിട്ടേ പോകാറുള്ളൂ. സാറിപ്പം ഞങ്ങളെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തതിനകത്ത് സാറിൻ്റെ ഞങ്ങൾ സാറ് അറിയാതൊരു വാക്ക് പറഞ്ഞു, അറിയാതല്ല, സാറിൻ്റെ മനസ്സിൽ തട്ടിപ്പുള്ള വാക്ക് പറഞ്ഞതാണ്, ആ റിസോർട്ട് എനിക്ക് വന്ന് ചേരേണ്ട ആയിരുന്നു എന്ന്. അത് സത്യമാണ്. സത്യം പറഞ്ഞാൽ അന്ന് വാങ്ങുമ്പോൾ പൈസയൊന്നുമില്ല. അതിൻ്റെ ഓണർ എന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്, പൈസ തന്നാൽ മതി, ഇപ്പം എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ 2 വർഷം കൊണ്ടാണ് അതിൻ്റെ പൈസ കൊടുത്ത് തീർത്തത്. അപ്പോൾ സാറിൻ്റെ ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചതാണ്, അത് അവർക്ക് വന്ന് ചേരേണ്ടതാണെന്ന്. പിന്നെ പറയുകയാണെങ്കിൽ സാറ് പറഞ്ഞു അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന്. ഞാൻ ഈ പറയുന്ന അമ്പലം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ അപ്പുറം ഇപ്പുറം അക്കരെ ഇക്കരയാണ്. എൻ്റെ റിസോർട്ട് ഇക്കര അക്കര. ഈ അമ്പലത്തിന് മുമ്പിൽ കൂടി പലതവണ പോയിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു 1000 ടൈംസ് എങ്കിലും പോയിട്ടുണ്ടാവും. എനിക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ ഞാൻ കയറിയിട്ടുള്ള അമ്പലത്തിൽ. പക്ഷേ ഞാൻ ഈ പ്രോപ്പർട്ടി, ഈ റിസോർട്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ആ കായലിൻ്റെ തീരത്ത് നിന്നിട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ തട്ടും, അവിടെ ശിവനുണ്ട്, അതേ കണക്ക് തന്നെ ഇക്കരെ പാർവതിയുടെ അമ്പലമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നോട് ഒരാൾ വന്ന് എന്നോട് ഇച്ചിരി അസുഖം വൈരാഗ്യമുള്ള ഒരാൾ വന്ന് പറഞ്ഞ്, ഇത് വാങ്ങല്ലേ, ഇത് വാങ്ങിച്ചോ? നമ്മൾ എന്ത് ഞാൻ വാങ്ങി, അയ്യോ ശിവൻ്റെ ദർശനം പാർവതി ദേവി നമ്മുടെ അത് മറഞ്ഞു നിൽക്കുവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി നോക്കി, ഞാൻ ഏറ്റവും മേളിൽ കയറി നോക്കിയപ്പോൾ അങ്ങനെ മറവൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ എപ്പം വന്നാലും ഈ പ്രോപ്പർട്ടി വന്നാൽ ഞാൻ ആദ്യം എൻ്റെ കായലിൻ്റെ തീരത്ത് പോയിട്ട് അവിടെ മനസ്സിൽ ശിവഭഗവാനെ മനസ്സിൽ കണ്ട് തിരിഞ്ഞ് പാർവതി ദേവിയടുത്തും പ്രാർത്ഥിക്കും. അത് ഞങ്ങളുടെ തൊട്ട് വലത്തെ സൈഡിലൊരു മുരുകൻ ക്ഷേത്രമുണ്ട്. ഇത് 3ഉം പ്രാർത്ഥിച്ചിട്ടേ ഞാൻ അവിടെ ഇറങ്ങാറുള്ളൂ. എനിക്ക് സർവ്വ ഐശ്വര്യം അതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നും ഓരോ മാസവും ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രമേ ഭഗവാൻ അവിടെ തന്നിട്ടുള്ളൂ. സാറിനെ അവിടെ കൊണ്ടുവന്നപ്പോൾ സാറ് പറഞ്ഞു, എന്തൊരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതേ കണക്ക് അപ്പുറത്തൊരു ശിവക്ഷേത്രമുണ്ട്, അത് അവിടുത്തെ വലിയ പേര് കേട്ടൊരു ശിവക്ഷേത്രമാണ്, മണലി ശിവക്ഷേത്രം എന്ന് പറയും. ഭയങ്കര ഉത്സവവും ഭയങ്കര ശിവക്ഷേത്രമാണ്. അത് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം തന്നെയാണ്. സാർ അത് ഞങ്ങൾ തമ്മിൽ ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്തതിലും സാറ് പറഞ്ഞൊരു വേർഡിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇവർക്ക് വന്നു ചേരേണ്ടതായിരുന്നു എന്ന്. സത്യമാണ്. ഇന്ത്യയിലും അങ്ങനെ വാങ്ങണമെന്നോ ഇതിനെപ്പറ്റി ആലോചിക്കാൻ പോലുള്ളൊരു അവസ്ഥയിലുണ്ട സമയമല്ലായിരുന്നു. പക്ഷേ
അതിൻ്റെ ഓണർ ഒരു വലിയൊരു മില്യണറാണ് പുള്ളി, മൾട്ടി മില്യണറാണ് പുള്ളി, ഗൾഫിലുമൊക്കെ ആയിരുന്നു. പുള്ളി എന്നെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഷിബുവിനാകുമ്പോൾ ഇത് പറ്റും, നടത്തിക്കൊണ്ട് പോകാൻ പറ്റും, എനിക്കിത് പറ്റത്തില്ല ഷിബു, പൈസയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നാൽ മതി, എനിക്കിപ്പോൾ ഇത്ര മതി, പിന്നെ എനിക്ക് തന്നാൽ മതി. അങ്ങനെ ഞാൻ കൊടുത്തൊക്കെ തീർത്തു, എല്ലാം കംപ്ലീറ്റ് ഞാൻ സെറ്റിൽ ചെയ്തു. കാര്യം നമ്മളെ ഒരാൾ സഹായിച്ചാൽ ഞാൻ, അദ്ദേഹം 2 വർഷമാണ് ഞാൻ മനസ്സിൽ പറഞ്ഞെങ്കിൽ 1.5 വർഷം കൊണ്ട് കൊടുത്തു തീർത്തു. ആ കൊടുത്തു തീർത്തതും ഒരു വർഷം അവിടുത്തെ പൈസ തന്നെയാണ്, മനസ്സിലാകുന്നില്ല. പിന്നെ നല്ല രീതിയിൽ എനിക്ക് അതിനകത്ത് ഒരുപാട് ഇതൊക്കെ ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ നല്ലൊരു പോസിറ്റീവ് എനർജി. അവിടെ എല്ലാവരും വരുന്നവരെല്ലാവരും പറയാറുണ്ട്, ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ്, അവിടെ തന്നെ ഞങ്ങൾക്ക് റൂം തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ തന്നെ വരണം. മിക്കവാറും ഫുള്ളുമാണ്, ദിവസമായിട്ട് മിക്കവാറും അത് ഫുള്ളുമാണ് എനിക്ക് കേട്ടത്. അപ്പോൾ സാറ് ആ പറഞ്ഞൊരു വേർഡിനെ പറ്റി ഞാൻ പറഞ്ഞത്, എനിക്ക് വന്ന് ചേരേണ്ടതായിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനം തന്നെ ആയിരുന്നു കാലം. നമസ്കാരം. അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് വന്നു ചേർന്നതാണ് ആ പ്രോപ്പർട്ടി. ഞാൻ പോലും അറിഞ്ഞില്ല, പെട്ടെന്നൊരു ദിവസമാണ് അന്ന് പറയുന്നത് നമ്മളത് വാങ്ങുവാണ്. പിന്നെ നമ്മൾ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സ്ട്രക്ചർ അല്ല ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആ മോഡിഫിക്കേഷൻ എല്ലാം വരുത്തിയത് കൊറോണയുടെ ടൈമിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരോട് പോയിരുന്ന് എന്താ പറയുക, ലിറ്ററലി പറയുകയാണെങ്കിൽ ഞങ്ങൾ പൊട്ടിച്ച കല്ലിൽ പണിഞ്ഞതാണതെല്ലാം. ആ സമയത്ത് കൺസ്ട്രക്ഷൻ വർക്കിന് ഒരു സാധനം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോയിരുന്ന് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ അത്രയും സെന്റിമെന്റ്സും നമുക്ക് അതിനോടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, തിരിച്ച് ദൈവം ഒരുപാട് നമുക്ക് അതിൽ നിന്ന് തന്നിട്ടുമുണ്ട്. ഇപ്പോഴും നമുക്കതൊരു നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളിലൊന്നാണ് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് ഇദ്ദേഹം പറഞ്ഞതുപോലെ സാറിൻ്റെ ഇതിൽ അത് കറക്റ്റാണ്, വന്ന് ഭവിച്ചതാണ്, അത് കറക്റ്റായി. കൊയിലോൺ റെസിഡൻസി എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഒരു സ്ഥാപനമുണ്ട്. സാറ് വരുമ്പോഴൊക്കെ താമസിക്കുന്ന അവിടെയാണ്. കാര്യം സാറിൻ്റെ അമ്പലം വളരെ അടുത്താണ്. സാറിന് അങ്ങോട്ട് നടന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ, 150 മീറ്റർ നടന്നാൽ മതി. സാർ അവിടെ വരുമ്പോൾ അവിടെ താമസിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ സാറിൻ്റെ കൂടെ ഒക്കുന്ന സമയമൊക്കെ ഞങ്ങൾ ചിലവഴിക്കാറുണ്ട്. പിന്നെ എൻ്റെ ബിസിനസ് മെയിൻലി കൺസ്ട്രക്ഷനൊക്കെയാണ്. വൈഫും ഞാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം അവളുടെ കൂടി മേൽനോട്ടമുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ ജോലിക്കുറവുണ്ട്. ഞാൻ വളരെ ചെറിയ രീതിയിലുള്ള മാനേജ്മെൻറ്റ്സ് ഒക്കെ മതി എനിക്ക്. ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന വൈഫും മാനേജറും കൂടിയാണ്. പിന്നെ സാറുമായിട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് സർവ്വ ഐശ്വര്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തോ ഒരു പവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. സത്യം എന്തെങ്കിലും കാര്യം വന്നാലും സാറിനോട് പറഞ്ഞാൽ ഓക്കെ ആണ്, സാറുണ്ടല്ലോ എന്നൊരു ധൈര്യം. അത് ചെറിയ കാര്യമല്ല, ഭയങ്കര വലിയ കാര്യമാണ്. ദൈവം നമുക്ക് സാറിനെ തന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. ദൈവത്തിന് നേരിട്ട് വരാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരിൽ നിന്നും നമുക്ക് ദൈവം കാണിച്ചു തരും. അത് നമുക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവിൻ്റെ കൂടെ ചേരാവൂ. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വിട്ടേക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര പോസിറ്റീവാണ് എനിക്ക്, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും. സാറ് വന്നതിന് ശേഷം എൻ്റെ മോക്ക് FMG കിട്ടി. എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു.